ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റാൻഡിൽ പോയി പെരിന്തൽമണ്ണ. അപ്പോൾ അവിടെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ് കയറി കുറേ നേരം നിന്നിട്ടാണ് സീറ്റൊന്ന് കിട്ടിയത്. ഗുരുവായൂർക്ക് നേരിട്ട് ബസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പട്ടാമ്പി ഇറങ്ങിയിട്ട് അടുത്ത ഗുരുവായൂർ ബസ്സിന് കയറുകയാണ് ചെയ്തത്. ഗുരുവായൂർ ബസ് സീറ്റൊക്കെ കിട്ടിയില്ലേ? എല്ലാവർക്കും സീറ്റ് ഭയങ്കര സമാധാനം. കുഴങ്ങി നമ്മളെ ചേച്ചി ബസ്സിൽ നിന്ന് എല്ലാം വിറ്റായിട്ട് ഇറങ്ങി. ചെറിയ സീറ്റാണെന്ന് എന്താ കയ്യിലൊക്കെ ഇത് അഭി അപ്പുറത്തേക്ക് കിട്ടിയ ഭാഗ്യം. ബാക്കിയുള്ള അങ്ങനെ നമ്മൾ ഗുരുവായൂർ ബസ് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമൊക്കെ എടുത്തിട്ട് റെഡി ആവാനുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അതിങ്ങനെ കാണുമ്പോൾ തന്നെ. ഞങ്ങൾ ഗുരുവായൂർ എത്തി. റൂം സെറ്റാക്കി. പിന്നെ അഭി കൃഷ്ണനെ വരച്ചിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം അവിടെ കൊടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ട്രാൻസിഷൻ വീഡിയോ എടുക്കാനായിട്ട് വന്ന ടൈമിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വീഡിയോ ഞങ്ങളിപ്പോൾ രാത്രി ഗേൾസിനോട് പറയാൻ പറഞ്ഞല്ലോ ഇതിന് റൂം വേണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങള് പുറത്താണ് കിടക്കാൻ സമയമല്ലേ. ഞങ്ങള് റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലതാണെങ്കിൽ ഞങ്ങൾ എടുത്തോ. ഓക്കെ ഗൈസ്, 2 റൂം ഞങ്ങൾ റൂമിൽ പോയിട്ട് കാണിച്ചു. അപ്പം ഇത് നല്ല മോളിലാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് തൊഴുകാൻ നേരം. എക്സ്പെക്ടേഷൻ റിയാലിറ്റി വന്നിരുന്ന മതി ആട്ടോ. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ പോലെ ഉണ്ട്. പക്ഷെ ബെഡ്ഷീറ്റാണ് വിറ്റ്. ബെഡ്ഷീറ്റാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ആക്സിഡന്റ് ആയിട്ട് കിടന്നു. സംഭവം ബെഡ്ഷീറ്റ് ഒരു റോസോ അല്ലെങ്കിൽ ഒരു വെള്ളത്തോ ഞാൻ കണ്ടപ്പോൾ വാങ്ങിയിരുന്നു. ഞാനത് ഫാൻസി എടുക്കാൻ പിന്നെ ചേച്ചി നോക്കുന്ന വീഡിയോയില് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പർച്ചേസിന് പോവാണ്. പിന്നെ ഞങ്ങൾ ഡാൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിക്കും. അങ്ങനെ നമ്മൾ സമയം കഴിച്ചിട്ടൊരു 11 മണിയാകുമ്പോഴേക്കും കുളിക്കണം. എന്നിട്ട് നമ്മൾ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തൊഴിൽ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമുക്ക് അധികം സമയമൊന്നുമില്ല. നീറ്റ് ഞങ്ങൾ അതിൽക്കൂടെ കുറേ കറങ്ങി നടന്നു. ഗൈസ്, ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അമ്മമാര് പ്രിയങ്ക ഫാൻസിക്ക് പോകാറുണ്ട്. ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ അമ്മമാരൊക്കെ ഡാൻസ് കാണാൻ എത്തിയിട്ട് ഇറങ്ങിയതാണ്. വ്യത്യസ്ത സാധനം കാണിച്ചു തരാം. പേടിയാണോ? എനിക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതറിയോ? ഞങ്ങളപ്പോൾ രാത്രി റൂമിലേക്ക് പോവാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൂമിൽ പോയിട്ടൊന്നും കുറച്ച് നേരം കിടക്കാനുള്ള ടൈമുള്ളൂ. അത് കഴിഞ്ഞ് ഉറങ്ങാനൊന്നും ടൈമില്ല. അത് കഴിഞ്ഞാൽ വേഗം കുളിച്ചിട്ട് മാറ്റി വരണം. അപ്പോൾ ഇനി റൂമിൽ പോയി. ഹലോ ഗൈസ്, ഞാൻ നയിച്ചിട്ട് അത്രയും സമാധാനം. 12:10 ഇപ്പോൾ കുളിച്ചൊരുങ്ങണം.
ഇവർക്ക് കുളിക്കാൻ മടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആയത്. ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇനി മേക്കപ്പ് ചെയ്തിട്ട് വേഗം പോകണം. ടൈമൊന്നുമില്ല. സാൻസ് വാലറ്റി ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ഈ ക്യാമറ കാണാൻ ഇഷ്ടമില്ല. നേരിട്ട് കാണുമ്പോൾ രസമുണ്ട്. ഇപ്പൊ ഇനി അമ്പലത്തിൽ കയറുമ്പോൾ ഫോണൊക്കെ അവിടെ കൊടുക്കണം. പിന്നെ തൊഴുത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫോണൊക്കെ എടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒരുങ്ങാണ്. എൻ്റെ ഒരുങ്ങി നേരത്തെ കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് വിളിച്ചത്. അപ്പോൾ ഇനി തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് കാണാം. എന്താണ് വല്ല ഇട്ടതൊക്കെ ഓവറായിട്ടൊക്കെ തോന്നും. ഇവിടെ ഓവറൊന്നുമല്ല. ഏതാണ് ഇപ്പോൾ രസമുണ്ട്. സമ്മതിക്കാം. ഞങ്ങൾ ഇറങ്ങി ഇനി അമ്പലത്തിൽ ഫോൺ കൊടുക്കണം. അമ്പലത്തിൽ ഫോൺ കൊടുക്കണം. പിന്നെ തൊഴുതിറങ്ങിയിട്ട് വേണം ഫോൺ വാങ്ങാൻ. അപ്പോൾ ഓക്കെ, തൊഴുതിട്ട് ഇറങ്ങിയിട്ട് കാണാം. ഹലോ ഗെയ്സ്, ഞങ്ങൾ ഒച്ചയൊക്കെ മാറിയാണ്. ഞങ്ങൾ തൊഴുത്ത് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു മണിക്കൂർ ഉറങ്ങി. എന്ന് വീണിച്ചിട്ടിപ്പോൾ കുറച്ച് നേരം കൂടിയാണ് പോയിട്ട് ഇനി വീട്ടിൽ പോവാണ്. ഞങ്ങൾക്ക് കുഴങ്ങിയിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഫുൾ ലുക്ക് കണ്ടിട്ടുണ്ടാവില്ല. കുറച്ചൊക്കെ ഇതേപോലെ ഒന്നും നടന്നില്ല. ഞങ്ങൾ ഉറങ്ങി നീച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനൊന്നും അറിഞ്ഞില്ല. ഞങ്ങള് ഉറങ്ങി നീച്ചിരുന്നു 1 മണിക്കൂർ. അപ്പോൾ ഒരു ചോദിച്ചു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു വീട്ടിൽ പോകണം. സത്യം പറഞ്ഞാൽ ഗുരുവായൂരത്ത് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഫോണൊന്നും അലോഡല്ല അല്ലേ. ഞങ്ങൾ റൂമിൽ നിന്ന് വെച്ചിട്ട് ഇത് പോന്നു. ഇനി ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് പ്രസാദം വാങ്ങിയിട്ട് നേരെ പോവും. എൻ്റെ ഒച്ചയൊക്കെ മാറിയില്ലേ. ചേണ്ട ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടാണ് പിന്നെ അമ്പലത്തേക്ക് ഞങ്ങൾ പിക്കെടുക്കാൻ പോവാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഗുരുവായൂർ തൊഴുതിറങ്ങി ഞങ്ങൾ പോവാണല്ലേ. അപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.